കടയിലെ മാനേജറുടെ മോശം പെരുമാറ്റത്തെ ചോദ്യം ചെയ്ത ഇവളുടെ ജോലി നഷ്ടപ്പെടുന്നു. അവളുടെ കുടുംബം വലിയ കഷ്ടപ്പാടിലായിരുന്നു. അവളുടെ അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് ഡോക്ടർമാർ വിധിക്കുന്നു. ചികിത്സയ്ക്കായി 30 ലക്ഷം രൂപ ആവശ്യമായും വരുന്നു. പണത്തിന്റെ ബുദ്ധിമുട്ടിനിടയിൽ അവൾ ഒരു മയക്കുമരുന്ന് സംഘത്തിന്റെ ഇടയിൽ പെട്ടുപോകുന്നു. അവളുടെ അനിയത്തിയെ ബന്ദിയാക്കി ഭീഷണിപ്പെടുത്തിയെ തുടർന്ന് ഒരു ലോഡ്ജിലിരുന്ന മയക്കുമരുന്ന് ടിഫിൻ ബോക്സിൽ ഒളിപ്പിച്ച് കടത്താൻ അവൾ നിർബന്ധിതയാകുന്നു. മയക്കുമരുന്ന് കടത്തിയ അവളുടെ ധൈര്യം കണ്ട മയക്കുമരുന്ന് ഡീലർ അവളെ തന്റെ സംഘത്തിൽ ചേർക്കുന്നു. പോലീസ് പരിശോധനകളിൽ നിന്നും സഹപ്രവർത്തകരുടെ ചതികളിൽ നിന്നും അവൾ തന്ത്രപരമായി രക്ഷപ്പെടുന്നു. ഇടക്കാലത്ത് അവൾ ജോലി ഉപേക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും മയക്കുമരുന്ന് മാഫിയ ഭീഷണിയെ തുടർന്ന് അവൾക്ക് അതിൽ തന്നെ തുടരേണ്ടി വന്നു. മയക്കുമരുന്ന് കടത്തുന്നതിനായി അവൾ കുടുംബത്തോടൊപ്പം ഒരു പദ്ധതി തയ്യാറാക്കുന്നു. അമ്മയുടെ അസുഖം നുണയായി പറഞ്ഞ് വാനിൽ മയക്കുമരുന്ന് കടത്താൻ അവർ തീരുമാനിക്കുന്നു. എന്നാൽ അവൾ തന്ത്രപൂർവ്വം യഥാർത്ഥ മയക്കുമരുന്നിനു പകരം ഉപ്പും പഞ്ചസാരയും നൽകി ഗുണ്ടാ സംഘങ്ങളെയും അവരുടെ തലവനെയും കബളിപ്പിക്കുന്നു. അവസാനം എസ്ഐയുടെ സഹായത്തോടെ ബോംബെയിലെ മാഫിയ തലവനെ വധിക്കുന്നു. എസ്ഐ പിന്നീട് അവളെ കുടുക്കാൻ ശ്രമിച്ചെങ്കിലും ഭാര്യയെ മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി അവൾ സുഖമായി രക്ഷപ്പെടുന്നു. ലോഡ്ജിൽ ഒളിപ്പിച്ചു വെച്ച മയക്കുമരുന്ന് വിറ്റ പണവുമായി അവളും കുടുംബവും സ്ഥലം വിടുന്നു.